ഞങ്ങളെ വാകത്താനത്ത് ഇവിടെ പള്ളി വെക്കാനുള്ള ഒരു സാഹചര്യം അന്നത്തെ കാലത്തുണ്ടായത്. ഞങ്ങളെ ഇവിടെ വന്ന വല്യപ്പന്മാര് ഇവിടെ അന്ന് കുറച്ച് വീട്ടുകാരേ ഉള്ളൂ. ആ കുറച്ച് വീട്ടുകാർ ഞങ്ങൾ കൂടിക്കഴിഞ്ഞുകൊണ്ടിരുന്ന പുതുപ്പള്ളി വലിയ പള്ളിയിലായിരുന്നു. പുതുപ്പള്ളി വലിയ പള്ളിയിലോട്ട് ഞങ്ങൾക്ക് ഈ വള്ളമൊക്കെ ഉള്ള കാലത്തായിരുന്നു. വള്ളത്തെ കയറിയൊക്കെ പോകുന്ന ബുദ്ധിമുട്ടിന് വാകത്താനത്ത് ഒരു പള്ളി വെക്കണമെന്ന് അന്നത്തെ പിതാക്കന്മാർ 3 പേര് ഒരു തീരുമാനമെടുത്ത് ഇവിടെ വന്ന് ഇപ്പോൾ ഈ പള്ളിക്ക് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അന്ന് കാടും പള്ളയെല്ലായിട്ട് കിടക്കുന്ന കാലം. അങ്ങനെ ഇതിന്റെ പേര് ഈ സ്ഥലത്തിന്റെ പേര് കൊച്ചുപള്ളിക്കുന്നാണ്. ഇപ്പൊ ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം. അങ്ങനെ കൊച്ചുപള്ളിക്കുന്നേല് ഓല കൊണ്ട് തെങ്ങോല വെട്ടി മടഞ്ഞ് തൂണ് നാട്ടി ഒരു ചെറിയ പള്ളി വെച്ചു. അങ്ങനെ വടക്കനച്ഛൻ അച്ഛന്റെ പേര്. ആ അച്ഛനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ കുർബാനയില്ല. വാകത്താനം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ഇടവകയുടെ മാതൃദേവാലയം പുതുപ്പള്ളി വലിയ പള്ളിയായിരുന്നു. അവിടെ പോയി ആത്മീയ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് വാകത്താനത്ത് തന്നെ ഒരു ദേവാലയം പണിയണമെന്ന് വെട്ടിപ്പറമ്പിൽ ഉലഹന്നാൻ, പ്ലാപ്പറമ്പിൽ തൊമ്മൻ, കൊച്ചുപറമ്പിൽ പുന്നൂസ്, കളപ്പുരയ്ക്കൽ പുന്നൂസ്, പടിഞ്ഞാറേ വെട്ടിയിൽ സ്കറിയ എന്നിവർ ചേർന്ന് 1843 പ്രാരംഭമായി ഒരാലോചന നടത്തി അത് നിശ്ചയം ചെയ്ത് ഒരു ദേവാലയം പള്ളിക്കുന്ന് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ദേവാലയം സ്ഥാപിച്ചു. ഇന്ന് 165 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഇന്ന് വാകത്താനം പ്രദേശത്തുള്ള എല്ലാ ദേവാലയങ്ങളുടെയും മാതൃദേവാലയമാണ് വാകത്താനം വലിയ പള്ളി. സൗന്ദര്യത്തിലും തനിമയിലും വേറിട്ട് നിന്നിരുന്ന ഒരു ദേവാലയമായിരുന്നു. ഈ ദേവാലയ പണി പൂർത്തീകരിച്ചത് 1847 എന്നാൽ പ്രകൃതിക്ഷോഭത്തിലും കാലപ്പഴക്കത്തിലും ആ ദേവാലയത്തിന് ജീർണത സംഭവിച്ചപ്പോൾ വിശാലത വരുത്തിയും അറ്റകുറ്റപ്പണികൾ നടത്തിയും ഒക്കെ ദേവാലയം മുമ്പോട്ട് കൊണ്ടുപോയെങ്കിലും ഈ ദേവാലയത്തിലുള്ള എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളുന്നതിന് ആ ദേവാലയം പര്യാപ്തമായില്ല. പുതിയ പള്ളി എന്നുള്ളത് ഒരു സ്വപ്നമായി തന്നെ അവശേഷിച്ചു. എന്നാൽ കാലത്തിന്റെ പൂർണ്ണത എത്തിയപ്പോൾ 2007 അന്നത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ മോറാൻമാർ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ തിരുമനസ്സുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ജനുവരി മാസത്തിലെ പെരുന്നാളിൽ ഒരു ഫണ്ട് രൂപവൽക്കരിച്ച് അതിൻ പ്രകാരം ദേവാലയത്തിന്റെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചു. 2008 ഓഗസ്റ്റ് മാസം 24 പരുമല സെമിനാരിയിൽ നിന്നും കോട്ടയത്തിന്റെ ഇടവക മെത്രാപ്പോലീത്ത അഭിമന്യ ഗീവറിയസ് മാർ ഈവാനിയോസ് തിരുമനസ്സുകൊണ്ട് ആശീർവദിച്ചു നൽകിയ അടിസ്ഥാന ശില വിവിധ ദേവാലയങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് വിശുദ്ധ യോഹന്നാൻ മാബ്ദാനായുടെ ശിരച്ഛേദന പെരുന്നാൾ ദിനമായ 2008 ഓഗസ്റ്റ് മാസം 29 അടിസ്ഥാന ശില ഈ ദേവാലയത്തിൽ സ്ഥാപിച്ച് പള്ളിപണി ആരംഭിക്കുകയാണ് ചെയ്തത്. വാകത്താനത്ത് ചിന്തിച്ചെത്തിയ ക്രൈസ്തവർ പുതുപ്പള്ളിപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ മിക്ക സമയങ്ങളിലും ആരാധന പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടിയ ആ ജനങ്ങൾ വാകത്താനത്ത് തന്നെ ഒരു ദേവാലയം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അവർ അതിനുവേണ്ടി അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത ആയിരുന്ന ചേപ്പാടുമാർ ദീവന്നാസോസ് തിരുമേനിയെ ചെന്ന് കാണുകയും തിരുമേനിയിൽ നിന്ന് അതിനുള്ള അനുവാദം വാങ്ങുകയും ചെയ്തു. അന്ന് തന്നെ ഈ വാകത്താനത്ത് ഒരു പുരാതന ദേവാലയം പണ്ടെന്നോ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിന് പള്ളിക്കുന്ന് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിലും അന്നത്തെ ആചാരമനുസരിച്ച് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൽ നിന്ന് ഈ പള്ളി വയ്ക്കുന്നതിനുള്ള സ്ഥലം ദാനമായി ലഭിച്ചു. അതിനുശേഷം പുതുപ്പള്ളി പട്ടണമഠത്തിൽ യാക്കോബ് കത്തനാർ
ഈ ദേവാലയത്തിന്റെ വന്ന് കല്ലിട്ട് ഈ ദേവാലയ നിർമ്മാണം ആരംഭിക്കുകയും അദ്ദേഹം ഈ ദേവാലയത്തിന്റെ ആദ്യ വികാരിയുമായിരുന്നു. മത്തുബ അന്ന് കൂദാശ ചെയ്തത് മുളന്തുരുത്തിൽ കബളങ്ങിയിരിക്കുന്ന യുയാക്കിം മാർ യൂജോസ് തിരുമേനി അന്ന് മത്തുബ കൂദാശ ചെയ്തു. തുടർന്ന് അന്നത്തെ ദേവാലയം ചെങ്കല്ലിൽ തീർന്ന ദേവാലയത്തിന് കുമ്മായത്തിൽ വരാൽപ്പശ ചേർത്ത് ഒരു പ്രത്യേക രീതിയിൽ മിശ്രിതമുണ്ടാക്കിയാണെന്ന് ഈ ദേവാലയത്തിന്റെ ഭിത്തികളെല്ലാം തേച്ചത്. അന്ന് പൂർണ്ണമായും തേക്കിൻ തടിയിൽ നിർമ്മിച്ച ദേവാലയം ഇന്ന് പുതിയ ദേവാലയം പുനർനിർമ്മിച്ചപ്പോൾ ആ പഴയ ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്നതായ മുഴുവൻ തടികളും പുതിയ ദേവാലയത്തിൽ ഉപയോഗിക്കുകയുണ്ടായി. വർക്കിനെ പറ്റി എന്നെ പറയേണ്ടത് പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റ് സുരേഷ് ഇവിടെ അടുത്ത വാത്താനക്കാരനാണ്. അതുപോലെ തന്നെ ആശാരിയായിട്ട് വർക്ക് ചെയ്യുന്ന പ്രസാദ്, അതും വാത്താനക്കാരൻ തന്നെ. അവരൊക്കെ വളരെ മനോഹരമായിട്ട് ഡോറുകളും പള്ളിയുടെ ഇന്റീരിയർ പാനലുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു നല്ല ശതമാനം തടിയും ഈ പള്ളി വർഷങ്ങൾക്ക് മുമ്പേ പള്ളി പണിക്ക് ഉപയോഗിച്ചിരുന്ന മുഴുവൻ തടികളും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ മുഴുവൻ തടികളും തേക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തേക്ക് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഫ്രീ ആയിട്ട് തേക്ക് തന്നു. അതുകൂടാതെ പള്ളിയുടെ പഴയ തേക്ക് കടി ഉപയോഗിച്ചു. അങ്ങനെ വളരെ പ്രശസ്തമായ രീതിയിൽ നിങ്ങൾക്ക് അത് ഇവിടെ വരുമ്പം കാണാൻ പറ്റും. വാകത്താനം ദേശം ഇന്ന് സന്തോഷത്തിന്റെ ദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ അളവറ്റ കൃപയാലും കരുണയാലും മനോഹരമായ രീതിയിൽ ഒരു ദേവാലയം പണി പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട സംഗതി. പൂർവ്വ ദേവാലയത്തിന്റെ മുഖവാരം ഏവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ആ പ്രൗഢഗംഭീരമായ മുഖവാരം പുതിയ ദേവാലയത്തിലും ഉണ്ടാകണമെന്ന് ഏവരും ആഗ്രഹിച്ചു. അത് അതേ രീതിയിൽ തന്നെ സാക്ഷാത്കരിക്കുവാൻ സാധിച്ചു എന്നുള്ളതും അഭിമാനിക്കത്തക്കതായ ഒരു സംഗതിയാണ്. പഴയ പള്ളിയുടെ മദ്ബഹായിലെ 3 ത്രോണോസുകളും ഗുസ്കുദിശുകളാൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു. ഈ ഗുസ്കുദിശുകളിൽ എല്ലാം മനോഹരമായ ചിത്രപ്പണികളും സ്വർണ്ണത്താളുകളും പതിപ്പിച്ചിട്ടുള്ളതായിരുന്നു. പുതിയ ദേവാലയത്തിന് 5 ത്രോണോസുകളാണ് ഉള്ളത്. പ്രധാന ത്രോണോസ് വിശുദ്ധ യോഹന്നാൻ മാബ്ദാനയുടെ നാമത്തിലും മറ്റ് ത്രോണോസുകൾ വിശുദ്ധ കന്യാമറിയാമിന്റെയും മാർത്തോമാ സ്ലീഹായുടെയും ഗിവറി സഹദായുടെയും പരിമല തിരുമേനിയുടെ നാമത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ 5 ത്രോണോസുകൾക്കും ഗുസ്കുദിശുകൾ ഉണ്ട്. മനോഹരമായ ചിത്രപ്പണികളും അതുപോലെ തന്നെ സ്വർണ്ണത്താളുകളും പതിപ്പിച്ചതാണ് പുതിയ ഗുസ്കുദിശുകൾക്ക് എല്ലാം തന്നെ. പുതിയ പള്ളിയുടെ മദ്ബഹായുടെ മുകളിൽ ഡോം വേണമെന്നുള്ളത് പൊതുവെ ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അതാ രീതിയിൽ തന്നെ നിറവേറ്റപ്പെട്ടു എന്നുള്ളതും വളരെ അഭിമാനിക്കത്തക്കതായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇരു മുഖവാരങ്ങൾക്കിടയിലും മനോഹരമായ രീതിയിൽ ഒരു നാടകശാല ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയത്തക്കതായ മറ്റൊരു കാര്യമാണ്. പ്രകൃതി സൗന്ദര്യം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള ഈ കുന്നിൻ മുകളിൽ സ്ഥാപിതമായിരിക്കുന്ന മലമേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ ശോഭിക്കുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ അങ്കണത്തിൽ നിന്ന് പടിഞ്ഞാട്ട് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ പാടശേഖരവും അതിനു മധ്യത്തിലൂടെ കടന്നുവരുന്ന പടിയരക്കടവ് വാകത്താനം വലിയ പള്ളി റോഡും അതിന്റെ ഭംഗിയും ആരെയും ആകർഷിക്കുന്നതാണ്. വാകത്താനം ഇടവകയിലെ വിവിധ ഭവനങ്ങൾ താമസിക്കുന്ന കരകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് നിർമ്മാണത്തിനു വേണ്ടി അധ്വാനിച്ച ഏവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. വാകത്താനത്തെ ആദ്യ ക്രൈസ്തവ ദേവാലയമായ വാകത്താനം വലിയ പള്ളിയിൽ നിന്ന് മാറിപ്പോയ ഏതാണ്ട് 14 ദേവാലയങ്ങളോളം ഈ സമീപ പ്രദേശങ്ങളിലുണ്ട്. അവരൊക്കെ തന്നെയും ഇന്നും ഈ ദേവാലയവുമായി നല്ലൊരു ബന്ധം കാത്തുസൂക്ഷിക്കുന്നു. ദേവാലയത്തിന്റെ പെരുന്നാൾ ദിവസം അവരൊക്കെ തന്നെ ഈ ദേവാലയത്തിൽ
വരുന്ന പതിവ് തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസം അതിന്റെ തലേ ദിവസം നടക്കുന്ന റാസയോടനുബന്ധിച്ച് ഉള്ള സെമിത്തേരിയിലെ പ്രാർത്ഥനയിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ കബറിങ്കൽ വന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. പിതാക്കന്മാരെ ബഹുമാനിക്കുന്ന ഈ ഉത്തമമായ മാതൃക വാകത്താനം വലിയ പള്ളിയുടെ ഒരു സവിശേഷത കൂടിയാണ്.